ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ സുപ്രീംകോടതിയിൽ വാദം ഇന്നും തുടരും. രാജ്യത്തെ നക്സലിസം പൂർണ്ണമായും തുടച്ചുനീക്കാൻ സിആർപിഎഫ് വഹിക്കുന്ന പങ്ക് സുപ്രധാനമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഇന്ത്യയുടെ പ്രതിരോധ മേഖല സ്വാശ്രയത്വത്തിന്റെ പാതയിലേക്ക് മുന്നേറുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ മണൽ നീക്കവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ കനത്ത പ്രതിഷേധം. പൊഴിമുറിക്കാനെത്തിയ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ തടഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ സുപ്രീംകോടതിയിൽ ഇന്നും വാദം തുടരും. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉൾപ്പെട്ട 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കോടതി വഴിയോ ഉപയോഗം വഴിയോ വഖഫായ സ്വത്തുക്കൾ വഖഫ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ലെന്ന് ഇന്നലെ ഹർജികൾ പരിഗണിക്കവെ സുപ്രീംകോടതി നിരീക്ഷിച്ചു. കോടതി ഉന്നയിച്ച വാദങ്ങളിൽ തങ്ങളുടെ ഭാഗം സാധൂകരിക്കുന്ന വസ്തുതകൾ തയ്യാറാക്കാൻ കൂടുതൽ സമയം വേണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചാണ് ഇന്നും ഹർജിയിൽ വാദം തുടരാൻ അനുമതി നൽകിയത്. 2026 മാർച്ച് 31 രാജ്യത്ത് നിന്ന് നക്സലിസം പൂർണ്ണമായും തുടച്ചുനീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഈ ലക്ഷ്യത്തിനായി സിആർപിഎഫ് ജവാന്മാർ വഹിക്കുന്ന പങ്ക് സുപ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. സിആർപിഎഫിന്റെ 86ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ നീമുച്ചിൽ നടന്ന പരേഡിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി. കശ്മീർ താഴ്വരയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പൊരുതുന്നതിനും വടക്കുകിഴക്കൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഉൾപ്പെടെ സിആർപിഎഫ് ഉദ്യോഗസ്ഥർ വലിയ സംഭാവനയാണ് രാജ്യത്തിന് നൽകുന്നതെന്ന് ശ്രീ ഷാ അനുസ്മരിച്ചു. चाहे कश्मीर की वादियों में आतंकवाद फैलाने वाले, नापाक इरादे रखने वाले आतंकियों के सामने जूझना हो, चाहे पूर्वोत्तर में शांति प्रस्थापित करने के लिए हमेशा तैनात रहना हो, और सबसे बड़ी बात पशुपति टू तिरुपति का एक हौसला रखने वाले दुर्दांत नक्सलियों को आज 4 जिलों में सिमट कर रख देना, ये सारे कारनामों में हमारे सीआरपीएफ के जवानों का बहुत बड़ा योगदान है. ഷാഹിസ്ഥലിൽ വീരമൃത്യു വരിച്ച സിആർപിഎഫ് ജവാന്മാർക്ക് കേന്ദ്രമന്ത്രി ആദരാഞ്ജലിയും അർപ്പിച്ചു. ബ്രസീലിൽ നടക്കുന്ന 15ാമത് ബ്രിക്സ് കൃഷിമന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് പങ്കെടുക്കും. സഹകരണം, നവീകരണം, വ്യാപാരം എന്നിവയിലൂടെ സമഗ്രവും സുസ്ഥിരവുമായ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന വിഷയത്തിലാണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര കാർഷിക മന്ത്രാലയം വ്യക്തമാക്കി. ബ്രസീൽ സന്ദർശന വേളയിൽ ബ്രസീൽ കൃഷിമന്ത്രി, കുടുംബക്ഷേമ മന്ത്രി എന്നിവരുമായി ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിന്റെ ജന്മദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രീയത്തിനതീതമായി ദേശീയ താൽപര്യത്തിന് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് ചന്ദ്രശേഖറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ പ്രതിരോധ മേഖല സ്വാശ്രയത്വത്തിന്റെ പാതയിലേക്ക് മുന്നേറുകയാണെന്നും ലോകത്ത് പ്രതിരോധ കയറ്റുമതിയുടെ സാധ്യതകൾ ശക്തിപ്പെടുകയാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ഡിഫൻസ് കോൺക്ലേവ് ഫോഴ്സ് ഓഫ് ദ ഫ്യൂച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയുടെ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്നതിന് ഈ സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. डिफेंस सेक्टर के रिवाइवल और रिवाइवल के साथ ही साथ उसकी स्ट्रेंथनिंग को अपनी सबसे बड़ी प्रायोरिटीज में से एक रखा है. मित्रों, सरकार में आने पर हमारे सामने जो सबसे बड़ी चैलेंज थी वो डिफेंस को लेकर एक अजीब माइंडसेट को लेकर था, जो डिफेंस को लेकर लॉन्ग टर्म प्लानिंग और विजन के अभाव से पैदा हुआ था, ऐसा मैं मानता हूं. फोर्स फॉर द फ्यूचर की बात सोचने का भी साहस लोग नहीं करते थे. പശ്ചിമബംഗാളിലെ അക്രമബാധിത പ്രദേശങ്ങൾ ദേശീയ വനിതാ കമ്മീഷൻ പ്രതിനിധി സംഘം ഇന്ന് സന്ദർശിക്കും. ഇന്ന് വൈകുന്നേരം കൊൽക്കത്തയിലെത്തുന്ന സംഘം നാളെ മാൽഡയും ശനിയാഴ്ച മുർഷിദാബാദും സന്ദർശിക്കും. അക്രമത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. വഖഫ് ഭേദഗതി നിയമത്തെ ചൊല്ലിയുണ്ടായ അക്രമ സംഭവങ്ങൾ അന്വേഷിക്കാൻ 9-അംഗ പ്രത്യേക സംഘത്തെ പശ്ചിമബംഗാൾ പോലീസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. അന്ത്യത്താഴവേളയിൽ യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് പെസഹ. ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പുറമെ ഇന്ന് പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷയും നടക്കും. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ ഓർമ്മ പുതുക്കി നാളെ ദുഃഖവെള്ളി ആചരിക്കും. ഇതിന്റെ ഭാഗമായി വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി സംഘടിപ്പിക്കും. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ കനത്ത പ്രതിഷേധം. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധത്തെ തുടർന്ന് മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് ആരംഭിക്കാനായില്ല. മണൽ നീക്കവുമായി ബന്ധപ്പെട്ട് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം മത്സ്യത്തൊഴിലാളികളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. പൊഴിമുഖത്ത് മണൽ നീക്കാൻ ഇന്നലെ നടത്തിയ ചർച്ചയിൽ മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ഇന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം മുതലപ്പുഴയിൽ എത്തിയത്. എന്നാൽ പൊഴിമുറിക്കാനെത്തിയ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞു. തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടായി. മണൽ പൂർണ്ണമായി നീക്കിയ ശേഷം മാത്രം പൊഴി മുറിച്ചാൽ മതിയെന്ന് മത്സ്യത്തൊഴിലാളികൾ പ്രതികരിച്ചു. പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി സജി ചെറിയാൻ നേരിട്ട് വന്ന് ചർച്ച നടത്തണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. മുതലപ്പുഴയിൽ ഇപ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ്. ഈ വിഷയത്തെ വളരെ ഗൌരവത്തോടെയാണ് എക്സൈസ് വകുപ്പ് കാണുന്നത്. നടി പരാതി നൽകിയാൽ അതും അന്വേഷിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം വിൻസി അലോഷ്യസ് നൽകിയ പരാതി ചർച്ച ചെയ്യാൻ മോണിറ്ററിംഗ് സമിതി ചേരുമെന്ന് ഫിലിം ചേംബർ ഭാരവാഹികൾ അറിയിച്ചു. വിൻസി അലോഷ്യസിന്റെ പരാതി ഇന്ന് രാവിലെ ലഭിച്ചതായി അമ്മ നിർവാഹക സമിതി അംഗം വിനു മോഹൻ പറഞ്ഞു. 3 അംഗ സമിതി രൂപീകരിച്ച് പരാതി അന്വേഷിക്കും. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 3ാം ദിനമായ ഇന്നും ചോദ്യം ചെയ്യുന്നു. വാദ്രയുടെ കമ്പനി ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് കേസ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. രാത്രി 7:30 മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. പെറുവിലെ ലിമയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന സ്കീറ്റ് വനിതാ ഫൈനലിൽ ഇന്ത്യയുടെ റൈസ ധില്ലൻ മത്സരിക്കും. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് ഇന്നലെ സ്വർണം ലഭിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം പുരോഗമിക്കുന്നു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 860 പോയിന്റ് ഉയർന്ന് 77,932-ലും ദേശീയ സൂചിക നിഫ്റ്റി 237 പോയിന്റ് ഉയർന്ന് 23,679-ലും വ്യാപാരം തുടരുന്നു. സ്വർണം ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 8,920 രൂപയും പവന് 71,360 രൂപയുമാണ് ഇന്നത്തെ വില. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള സർക്കാർ സഹായം തുടരുമെന്ന് മന്ത്രി കെ രാജൻ. ദുരന്തബാധിതരായ ജീവനോപാധി നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ 2 പേർക്ക് 300 രൂപ വീതം 9 മാസത്തേക്ക് നൽകാൻ സർക്കാർ ഉത്തരവായി. ഒരു മാസം 1000 രൂപയുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള കൂപ്പൺ ജില്ലാ ഭരണകൂടം വഴി ലഭ്യമാക്കിയിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. ഇന്ന് ലോക ഹീമോഫീലിയ ദിനം. ഹീമോഫീലിയ, മറ്റു രക്തസംബന്ധമായ രോഗങ്ങൾ എന്നിവ സംബന്ധിച്ച അവബോധം നൽകുന്നതിനാണ് എല്ലാ വർഷവും ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ ലഹരി വ്യാപനം തടയുന്നതിന് ജൂൺ മാസം മുതൽ വിപുലമായ ക്യാമ്പയിൻ ആരംഭിക്കും. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന മതമേലധ്യക്ഷന്മാരുടെ യോഗത്തിനും സർവകക്ഷി യോഗത്തിനും ശേഷമാണ് തീരുമാനം. ലഹരിക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. തുറമുഖങ്ങളുടെയും മൈത്രി പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും വികസനത്തോടെ രാജ്യം ആധുനിക മാരിടൈം വിപ്ലവത്തിന് നേതൃത്വം വഹിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി കോൺക്ലേവ് 2025 ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധിക തീരുവ പ്രഖ്യാപനത്തിന്റെ ഫലമായി ഈ വർഷം ആഗോള വ്യാപാരം കുറയുമെന്ന് ലോക വ്യാപാര സംഘടന. ചൈനീസ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാരം 81% കുറയുമെന്നും WTO ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി. അതേസമയം അമേരിക്കൻ ഓഹരി വിപണിയിൽ കനത്ത ഇടിവ് രേഖപ്പെടുത്തി. ചൈനയിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 245% തീരുവ ഏർപ്പെടുത്തിയത് യാതൊരു സാമ്പത്തിക അവബോധവുമില്ലാതെയെന്ന് ചൈന. നേരത്തെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% തീരുവ ചുമത്താനുള്ള US തീരുമാനത്തിന് മറുപടിയായി ബോയിംഗ് ജെറ്റുകളുടെ കൂടുതൽ ഡെലിവറി സ്വീകരിക്കേണ്ടെന്ന് ചൈന തങ്ങളുടെ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് അമേരിക്കയുടെ പുതിയ തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ സുപ്രീംകോടതിയിൽ വാദം ഇന്നും തുടരും. രാജ്യത്തെ നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കാൻ CRPF വഹിക്കുന്ന പങ്ക് സുപ്രധാനമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയുടെ പ്രതിരോധ മേഖല സ്വാശ്രയത്വത്തിന്റെ പാതയിലേക്ക് മുന്നേറുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മണൽ നീക്കവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ കനത്ത പ്രതിഷേധം. പൊഴിമുറിക്കാനെത്തിയ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ തടഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.